ഒറ്റ ദിവസം കൊണ്ട് ജന്മനാട്ടിൽ പൗരന്മാർ അല്ലാതാവുക, ഇന്നലെ വരെ ഉണ്ടായിരുന്ന പല പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെടുക. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയുടെ ബംഗാളിലെ മുഖമാണ്. 91 ലക്ഷം ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും 6 ലക്ഷത്തിലധികം ആളുകൾ സസ്പീഷ്യസ് അഥവാ സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ വരിക. വീട്ടിലെ 6 പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിട്ടും 7ാമന് അത് ഉണ്ടാവാതിരിക്കുക. ഇത്തരത്തിൽ നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേരില്ലാതായി മാറിയതിന് കാരണവും ഒരു സോഫ്റ്റ്വെയർ, അൺടെസ്റ്റഡ് സോഫ്റ്റ്വെയർ. വെസ്റ്റ് ബംഗാളിനെ അനിശ്ചിതത്വത്തിലും ആശങ്കയിലുമാക്കിയത് അവിടുത്തെ രാഷ്ട്രീയം ചൂടുപിടിപ്പിച്ചതും പൗരാവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതും ഒരു കാര്യത്തിന്റെ പേരിൽ SIR അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിസർവേഷൻ. നവംബർ 2025 ആരംഭിച്ച് 28 ഫെബ്രുവരി 2026 അത് അവസാനിച്ചു. ബംഗാളിലെ ജനങ്ങളെ ബാധിച്ച SIR, അതിൽ പുകയുന്ന വെസ്റ്റ് ബംഗാൾ. തുടക്കകാലത്ത് SIR ബംഗാളിൽ എത്തിയതിന്റെ പുറകിൽ അവർ പറഞ്ഞിട്ടുള്ള കാരണം ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള മൈഗ്രന്റ് റെഫ്യൂജികളെ അഥവാ അഭയാർത്ഥി കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അത്തരം ഇല്ലീഗൽ മൈഗ്രൻസിനെ കണ്ടെത്തി ഒഴിവാക്കുകയും ചെയ്യുക എന്നതായിരുന്നുവെങ്കിൽ ഇന്നത് വ്യക്തമായ രാഷ്ട്രീയ പ്ലാനിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വെട്ടിനിരത്തൽ സംഭവിച്ചിട്ടുള്ളത് ദളിതരും ട്രൈബൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്നാണ്. 1947 വിഭജനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ വന്നിട്ടുള്ള ദളിത് റെഫ്യൂജികളാണ് അതിൽ കൂടുതലും. അന്തിമ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ഏകദേശം 66% ഹിന്ദുക്കളും 33% മുസ്ലിങ്ങളുമാണ് പുറത്തായിട്ടുള്ളത്. ഏകദേശം 91 ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചു കാലം കൊണ്ടോ ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു സെലക്ഷൻ നടത്തുന്നതിന്, ജനങ്ങളെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു അക്യുറേറ്റ് ആയ സമിതിയോ അല്ലെങ്കിൽ പാനലുകളോ ഒന്നുമല്ല അതിലെ തീരുമാനം എടുത്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ഭയചകിതവും സംശയാസ്പദവുമായിട്ടുള്ള കാര്യം. മുൻപ് ഒരിക്കലും എവിടെയും പരീക്ഷിച്ച് വിജയിച്ചിട്ടില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ, ഇടയ്ക്കെല്ലാം ടെക്നിക്കൽ ഗ്ലിച്ചുകളും മാൽഫങ്ഷൻസും ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെല്ലാം തീരുമാനിച്ചിട്ടുള്ളത് എന്നത് രസകരമാണ്. 20 വർഷം മുൻപത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയാണ് ഈ സോഫ്റ്റ്വെയർ ആളുകളുടെ വോട്ട് അവകാശത്തെ വിലയിരുത്തുന്നത്. അതിൽ പണ്ട് കാലത്തതിൽ നിന്ന് വിഭിന്നമായി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ മറ്റ് തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താകും. അച്ഛൻ്റെയും മകന്റെയും പ്രായം തമ്മിലുള്ള ഗ്യാപ്പും ജെൻഡറും എല്ലാം ഒരു പക്ഷേ നമ്മളെ ഇന്ത്യൻ പൗരനല്ലാതാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. പലപ്പോഴും SIRുമായി ബന്ധപ്പെട്ട പല സുപ്രധാന നിർദ്ദേശങ്ങളും ഒഫീഷ്യൽ ലെറ്റർ പാഡുകളിലൂടെയോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകളോ ഒന്നുമില്ലാതെയാണ് വാട്സപ്പ് വഴി ഷെയർ ചെയ്യപ്പെടുന്നത് പോലും. അപ്പോൾ നമ്മൾ പലരും കരുതും ആവശ്യമായ ഡോക്യുമെന്റ്സുകളും തിരിച്ചറിയൽ രേഖകളും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന്, സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമാണല്ലോ പ്രശ്നമുണ്ടാവുക എന്ന്. അല്ല, കാർഗിൽ യുദ്ധവീരനായിട്ടുള്ള മുഹമ്മദ് അലി, ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജ് ഷെയ്ഖുള്ള മുൻഷി, ടീച്ചേഴ്സ്, ലോയേഴ്സ്, എന്തിനേറെ ബൂത്ത് ഒഫീഷ്യൽ, വർഷങ്ങളായി റെപ്യൂട്ടഡ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, അങ്ങനെ പലരും ഈ കണക്കിൽ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ബംഗാളിലെ മനുഷ്യർക്ക് അവരുടെ ഇടം നഷ്ടമാകുമ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയതായി 100 കണക്കിനും 1000 കണക്കിനും പേരുകളാണ് ബംഗാളിൽ ചേർക്കപ്പെടുന്നത് എന്നതാണ്. BJPയുടെ കൃത്യമായ വോട്ട് ബാങ്ക് ലക്ഷ്യമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് എന്ന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതുമാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ ഇത്തരം കൂട്ടിച്ചേർക്കലുകളുടെ മുൻനിർത്തി പലരും വാദിച്ചിട്ടുള്ളതുമാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞു വെക്കുകയാണെങ്കിൽ മമതയും അവരുടെ തൃണമൂൽ കോൺഗ്രസിനെയും സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്ന ഇടങ്ങളിൽ, അത്തരം കമ്മ്യൂണിറ്റികളിൽ അവരുടെ പേര് വെട്ടിക്കളയുക, തങ്ങൾക്ക് വിജയം നൽകാൻ പോകുന്ന രീതിയിലുള്ള ആളുകളെ കൂട്ടിച്ചേർക്കുക, ജനാധിപത്യത്തെ ഒരു രീതിയിൽ തകർത്ത് കളയുക. 2021 തൃണമൂൽ കോൺഗ്രസിന് BJPയേക്കാൾ ഏകദേശം 10% വോട്ടുകളാണ് കൂടുതലായി ഉണ്ടായത്. ഏകദേശം 6 ലക്ഷത്തിനകത്ത്. അത്രയും തന്നെ പേരുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ളതും. ഒപ്പം ധാരാളം സ്ത്രീകൾക്കും അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഭീതിയുടെ ശക്തി കേന്ദ്രങ്ങൾ അവരായതുകൊണ്ടാണ്. മമത തന്നെ ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അൺഡിക്ലെയർഡ് എമർജൻസി എന്നാണ്. ഇത്തരത്തിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലും നടന്നിട്ടുള്ളത്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ബംഗാളിൽ ഹുമയൂണിനെയും മറ്റും മുൻനിർത്തി ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. ജനാധിപത്യമാണ് നമ്മുടെ അവകാശം. അത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുക, ഒറ്റപ്പെടുത്തുക.